ഓ ആൻറ്റി ഇപ്പോഴത്തെ പിള്ളേർക്കല്ല, പഴയ കാലത്തെ പിള്ളേർക്കും ഇതൊക്കെ എന്നാ അറിയുന്നത്? അന്ന് പുസ്തകം ഉണ്ടായിട്ട് തന്നെ വല്ലതും അറിയാമായിരുന്നു, ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ. എന്തിനാ ഇതൊക്കെ പഠിച്ചതെന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ ലോകത്തുള്ള എല്ലാം എന്നാ തല്ലി അത് എന്തോരം തല്ല് വാങ്ങിച്ചേക്കുന്നു. പയ്യാറച്ച് സ്ക്വയർഡ് എനിക്ക് ജീവിതത്തിൽ ഇന്ന് വരെ ആവശ്യം വന്നിട്ടില്ല. ആ പാടെ പിന്നെ അത് ഞങ്ങളുടെ അമ്മ വരെ 10ാം ക്ലാസ്സിലെ കണക്ക് പഠിപ്പില്ല. ചാക്കോഞ്ചാൻ ഇതിൽ വരുമ്പോൾ പുള്ളിക്കാരൻ പുസ്തകം വാങ്ങിച്ചു വെച്ചിട്ട് ഭയങ്കര ചോദ്യം പെരക്കിട്ടിട്ട് ഓടിയിരുമായിരുന്നു. പിന്നെ ഫിസിക്സ് വന്നു കഴിഞ്ഞാലോ, E = MC² മാത്രമേ ജീവിതത്തിൽ ഒരു പ്രയോജനം വന്നിട്ടുള്ളൂ. എനർജി = MC². അതാണ് നമുക്ക് ഗുണം വന്നുള്ള ഏക ഇക്വേഷനുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഈ സോഷ്യൽ സ്റ്റഡീസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലവരും ഉരുണ്ട് കയറി ഈ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് തല്ല് കയറി വാങ്ങിച്ചതിന് ഒരു ഇതും ഇല്ല. അത് യാത്ര ചെയ്യാനായിട്ട് മെഗതൻസ്, ഉയാങ് സാങ്, ഫാബിയാന്, പിന്നെ മാർക്കോപോളോ, വാസ്കോഡിഗാമ എല്ലാവരും ഉരുണ്ട് കയറി ഇങ്ങോട്ട് വരും. എന്നിട്ട് അവർ വന്ന് അവരിവിടെ എന്നാ ചെയ്തു, എന്തൊക്കെ ചെയ്തെന്ന് ചോദിച്ചുകൊണ്ട് അതിന് തല്ല. ഇനി ഗാന്ധിജി ഫസ്റ്റാണോ? ഗാന്ധിജി വൈക്കം സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, ദണ്ഡി യാത്ര, അതിന് ഗാന്ധിജിയുടെ അതിൻ്റെ പേര് തല്ലി കുറേ കൊണ്ടിട്ടുണ്ട്. പിന്നെ എന്നാ ഈ ബാബറും അക്ബറും ഉമയൂണും റസായും കൃഷായും എല്ലാം കൂടെ വന്നിട്ട് അവരും നമ്മളെ തല്ലി കൊള്ളിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഗോറി ഫസ്റ്റാണോ? അത് കഴിഞ്ഞാൽ പിന്നെ രജപുത്രന്മാർ കുറേ പേര് വലിയ വീരന്മാരാന്ന് പറഞ്ഞു അവരുടെ പേര് പറഞ്ഞ് തല്ല് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ മാർത്താണ്ഡവർമ്മയും എട്ടുകുട്ടിപ്പിള്ളമാരും തല്ല് നമുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ വിദേശത്ത് നടന്ന പരിപാടികൾ, ബോസ്റ്റൺ ടീ പാർട്ടി, ഒപ്പിയം ബാർ, അത് കഴിഞ്ഞാൽ ഇവിടെ വാഗൺ ട്രാജഡി, ഈ ഇവിടുത്തെ എന്തെല്ലാം കേസ് കെട്ടിനാണ് ഇത്, എന്തിനാണ് ഇതെല്ലാം, ഇത് എന്തോരം നമ്മളെ തല്ലുകൊള്ളിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ അന്യരാജ്യത്തൊന്നും ഇങ്ങോട്ട് ഉരുണ്ടുകയറി വന്നതെന്ന് എനിക്ക് തോന്നുന്നു. കെമിസ്ട്രി ഞങ്ങളെ കെമിസ്ട്രി ഇത് പിന്നെ വെടിമരുന്ന് ഗൺ പൗഡറിൻ്റെ കോമ്പിനേഷൻ. ഞാൻ ഗൺ പൗഡറിന് ഇച്ചിരി കനവിരിക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ 3-4 ലിസ്റ്റ് അങ്ങോട്ട് എഴുതി വെച്ചു. അപ്പം വാല്യുവേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കളത്തിലെ ബേബിച്ചൻ്റെ ചേട്ടൻ ആ പൂച്ചക്കണ്ണുള്ള സാറാ, KP മാത്യു സാറ്. അപ്പോൾ KPക്ക് ഞങ്ങൾ കണ്ടംപൂച്ച എന്നാണ്, പുള്ളിക്ക് പൂച്ചക്കണ്ണും ഉണ്ടല്ലോ. കണ്ടംപൂച്ച സാറ് വന്നിട്ട് എല്ലാവരും പിന്നെ ഒന്ന് കുനിഞ്ഞു നിന്നോണം, നമ്മുടെ 15 ലെമത്തായിച്ചം വെടിമരുന്നുണ്ടാക്കാൻ പോവാണ്. ആദ്യത്തെ ഐറ്റം പൗഡേർഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂറിക് ആസിഡ്. എൻ്റെ പുള്ളി ചോദിക്കുക, എടോ ഇത് എവിടെ കിട്ടൂടോ? ഇപ്പം എന്നോട് ചോദിച്ചാൽ എനിക്കറിയാം അത് പൊട്ടാസ്യം നൈട്രേറ്റും സൾഫറും ചാർക്കോളും ഒക്കെ ആണെന്നുള്ള കാര്യം ഇപ്പം നമുക്കറിയാം. അന്ന് പുസ്തകം നോക്കി പഠിച്ചെഴുതി വെച്ച ഇതായിരുന്നു. നമുക്ക് തോന്നി വെച്ചിട്ട് വീര്യം കൂടാൻ വേണ്ടിയിട്ടാണ് സൾഫ്യൂറിക് ആസിഡൊക്കെ ചേർത്തത്. അങ്ങനെ എന്തെല്ലാം കേസ് കിട്ടുകയുള്ളൂ, ഒരു കാര്യമില്ല, ഇതൊന്നും ആവശ്യം വന്നിട്ടില്ല ജീവിതത്തിൽ.